നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേര് ദ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്നാണ് യൂണിറ്റിന്റെ പേര്. ബഡ്ജറ്റ് എന്നാൽ നമുക്കറിയാം, ഒരു സർക്കാരിന്റെ ഒരു വർഷത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഡെഫിനീഷൻസ് കൂടി ബഡ്ജറ്റ് എന്താണെന്ന് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ എന്താണ് ബഡ്ജറ്റ് എന്ന് കൂടി പരിശോധിക്കാം. സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പദ്ധതിയാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് അവതരണങ്ങൾക്ക് ബഡ്ജറ്റ് വർഷത്തിലേക്കുള്ള ഉറപ്പായ വരുമാനവും നിർദ്ദിഷ്ട ചെലവും എസ്റ്റിമേറ്റുകളും സംയോജിപ്പിക്കുന്നതാണ് എന്നാണ് ഹഗ്ഡാൾട്ടന്റെ അഭിപ്രായം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഇത്. ഇതൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് പരീക്ഷയ്ക്ക് നന്നായിരിക്കും. ഇനി കെല്ലർ, ഫെരേര തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരെല്ലാം തന്നെ ബജറ്റിനെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഡെഫിനീഷൻസ് മാത്രം ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എന്തായാലും ഒരു വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാനായിട്ട് സാധിക്കും. എന്തായാലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ഈ ബഡ്ജറ്റ്, ഇന്ത്യയിലെ ബഡ്ജറ്റിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ആർട്ടിക്കിൾ 112 ഇനി ബഡ്ജറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ആസൂത്രണം അനുവദിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വർഷത്തേക്കുള്ള ചെലവുകൾ എന്താണെന്ന് കണ്ടതിന് ശേഷം അതിലേക്കുള്ള വരവ് കണ്ടെത്തുന്ന ഒരു ചെലവ് വരവ് രേഖയാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ചെലവുകളുണ്ട്, എന്തെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കണം എന്നതിനെ വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഇതിലായതുകൊണ്ട് തന്നെ, ബഡ്ജറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് ആസൂത്രണത്തെ അനുവദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രേഖയാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി റെസീറ്റുകളുടെ മികച്ച ശേഖരണം ഉറപ്പാക്കുന്നത് ബഡ്ജറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇനി ചെലവില് കാര്യക്ഷമത ഉറപ്പാക്കാൻ ബഡ്ജറ്റ് സഹായിക്കുന്നു. ഇന്ന ചെലവുകളുണ്ട്, അതിലേക്ക് ഇത്ര വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴികൾ പരിമിതമാണെന്ന് തോന്നിയാൽ അവിടെ ചെലവ് ചുരുക്കാനും ചെലവിന് ചില റാങ്കിങ് സിസ്റ്റം ഏർപ്പെടുത്താനും സാധിക്കും. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് അത്ര പ്രധാനമല്ലാത്തവയെ നമുക്ക് ബഡ്ജറ്റിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ചെലവിൽ ഒരു കാര്യക്ഷമത ഉറപ്പുവരുത്താൻ സാധിക്കുന്നത് കൊണ്ടാണ്. ദെൻ നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടുള്ള സാമ്പത്തിക വികസനവും സാമ്പത്തിക പദ്ധതികളുമാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയപരിധി നിശ്ചയിക്കാൻ ബഡ്ജറ്റ് സഹായകമാണ്. ഇനി മുൻകാല അനുഭവത്തിന്റെ ഒരു കണക്ക്, കഴിഞ്ഞ ബഡ്ജറ്റില് ഇത്ര രൂപ വിലയിരുത്തിയിരുന്നു, അത് ഇത്രത്തോളം കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെട്ടു, അതിൽ നിന്ന് ഇത്രയാണ് അതിന്റെ വികസന അല്ലെങ്കിൽ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നു. അതനുസരിച്ച് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും സാധിക്കുന്നു. അത് ബഡ്ജറ്റിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇനി മാക്രോ ഇക്കണോമിക്സിന് ദൃഢത നൽകുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രാധാന്യം. മാക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ ക്രയവിക്രയങ്ങളെയും പ്രവർത്തനങ്ങളെയും നമുക്ക് മാക്രോ എക്കണോമിക്സ് എന്ന് പറയാമല്ലോ. അപ്പോൾ അതിന് സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നത്, അതായത് ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ ബഡ്ജറ്റ് കൊണ്ട് പോസിബിൾ ആണ്. ഇനി വിഭവങ്ങള്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ബജറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ ഇന്നിക്വാളിറ്റീസും ഇക്കണോമിക് ഇന്നിക്വാളിറ്റീസും കുറയ്ക്കുന്നതിനും ബഡ്ജറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ പൊതു സ്ഥാപനങ്ങളുടെ ധനകാര്യ മാനേജ്മെന്റ് നടപ്പിൽ വരുത്തുന്നതിനും ഈ പൊതു ബജറ്റ് സഹായകമാണ്. സമ്പദ് വ്യവസ്ഥയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ബജറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. കൂടാതെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, നമുക്ക് ഒരു ബഡ്ജറ്റിലെ ഒരു വികസന മാതൃക അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് മോഡൽ നടപ്പിൽ വരുത്തുന്നത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി സാമ്പത്തിക വളർച്ച എത്രത്തോളം നേടിയെന്നും ഇനി എത്രത്തോളം നേടാനുണ്ട് എന്നതിനെ കുറിച്ചുമുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാനും ഇത് സഹായിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ രംഗങ്ങളിലെല്ലാമുള്ള സമഗ്ര വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നതിനും ഈ ബഡ്ജറ്റ് സഹായകമാണ്.
ഇനി ബഡ്ജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റും ദെൻ അൺബാലൻസ്ഡ് ബഡ്ജറ്റ്. ഇത് രണ്ടും എന്താണെന്ന് പറയാം. സന്തുലിത ബഡ്ജറ്റ് എന്നത് ഗവൺമെന്റ് കണക്കാക്കിയ റെസീറ്റുകളും, അതായത് വരുമാനവും മൂലധനവും എല്ലാം കണക്കാക്കി വരുമ്പോൾ ഗവൺമെന്റിന്റെ ചെലവും വരവും തുല്യമായിട്ടുള്ള ബഡ്ജറ്റിന് നമ്മൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. തീർച്ചയായിട്ടും അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരവും ചെലവും തുല്യമല്ലാത്ത ബഡ്ജറ്റിനെയാണ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ട് രീതിയിലാണ്. ഒന്ന് പോസിറ്റീവായിട്ടും ബാലൻസ്ഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആവാറുണ്ട്. നെഗറ്റീവായിട്ടും അൺബാലൻസ്ഡ് ആവാറുണ്ട്. സോ ഈ പോസിറ്റീവ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ബഡ്ജറ്റിനെയാണ് നമ്മൾ സർപ്ലസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള, അല്ലെങ്കിൽ ഒരു വർഷത്തെ സാമ്പത്തിക പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ചെലവ് ഇനത്തിൽ കണ്ട തുകയേക്കാൾ വരവ് ഇനം കൂടുതലുണ്ടെങ്കിൽ അതിനെ മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നു. ഇതൊരു പോസിറ്റീവ് അൺബാലൻസിങ് ആണ്. ദെൻ ഡെഫിസിറ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്ന് പറയുന്നത് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുള്ള ബഡ്ജറ്റിനെയാണ് കമ്മി ബഡ്ജറ്റ്. ഇതൊരു നെഗറ്റീവ്ലി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് റവന്യൂ അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും എന്താണെന്നാണ് നോക്കുന്നത്. റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒന്നിനെയാണ് നമ്മൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ ബഡ്ജറ്റ് ഒരു ആവർത്തിക്കപ്പെടുന്ന സർക്കാരിന്റെ നിലവിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റവന്യൂ അക്കൗണ്ടില് ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള റവന്യൂ റെസീറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്താണെന്ന് നോക്കാം. ഗവൺമെന്റ് മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ധനകമ്മി എന്ന് പറയുന്നത്. അതായത് സർക്കാരിന്റെ മൊത്തം ചെലവുകൾ ഉൾക്കൊള്ളിക്കുന്നു, അതില് വായ്പ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ വരുമാനവും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് ധനകമ്മി എന്ന് വെച്ചാല് നമ്മൾ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റില് 1 കോടി രൂപ നമ്മളൊരു പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു വികസന മാതൃക കണക്കാക്കി നമ്മളുടെ വരുമാനം കണക്കാക്കി ചെലവ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 1 കോടി രൂപ തികച്ച് വരുമാനമില്ലാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു കമ്മി ബജറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ ബാക്കിയുള്ള തുക 1 കോടിക്ക് എത്ര രൂപ ബാക്കിയുണ്ടോ അത് നമുക്ക് കടം വാങ്ങിക്കാനായിട്ട് സാധിക്കും, വായ്പകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വായ്പകൾ വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ അത് നിവർത്തിക്കുന്നത്. എന്നാൽ ഈ വായ്പ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള മറ്റു വരുമാനങ്ങളും നമ്മളുടെ പ്രതീക്ഷിത ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ധനകമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് നോക്കാം. പൊതു ചെലവുകള്, നികുതി ചുമത്തല്, അതുപോലെ കടം വാങ്ങല്, ഇവയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ നയത്തെയാണ് നമ്മൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് വിഭവങ്ങളുടെ മികച്ച വിനിയോഗത്തിനും പൂർണ്ണമായ തൊഴിൽ നേടുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ഈ ഫിസിക്കൽ പോളിസിയുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് വിഭവങ്ങളെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയും അതിനെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴേ സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമ്പൂർണമായ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം. ദെൻ സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും. ദെൻ അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക്, സാമ്പത്തിക വളർച്ചാ നിരക്ക് കൂട്ടുന്നതിന്, അതുപോലെ പേയ്മെന്റുകളുടെയും ബാലൻസ്, അതുപോലെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന്, കടത്തിന്റെയും വരുമാനത്തിന്റെയും ഒക്കെ ഒരു ചെലവിന്റെയും വരവിന്റെയും ഒക്കെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഈ ഫിസിക്കൽ പോളിസി സഹായിക്കുന്നുണ്ട്. ഇനി കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഉൽപാദനക്ഷമമായിട്ടുള്ള ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണത്തിനും ഇത് സഹായകമാവുന്നുണ്ട്. ഇനി നമുക്ക് ഫിസിക്കൽ പോളിസീസ് എത്ര തരമുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് എക്സ്പാൻഷറി, രണ്ടാമത്തേത് കോൺട്രാക്ടറി. അപ്പൊ കൺട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതും വികസിക്കുന്നതും ചുരുങ്ങുന്നതുമായിട്ടുള്ള 2 തരത്തിലുള്ള
ഫിസിക്കൽ പോളിസീസ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നികുതി നിരക്കുകൾ കുറയ്ക്കുകയും അങ്ങനെ സർക്കാർ ചെലവുകൾ കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിപുലീകരണം അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ ഈ ഫിസിക്കൽ പോളിസിയിൽ വരുന്നുണ്ട്. ഇതിനെയാണ് എക്സ്പാൻഷനിസ്റ്റ് പോളിസി അല്ലെങ്കിൽ ഒരു പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ നയം എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി രാജ്യത്ത് നികുതി വർദ്ധിപ്പിക്കുന്നതിനിടയിൽ സർക്കാർ ചെലവ് കുറയ്ക്കുമ്പോൾ സർക്കാർ ചെലവുകൾ പൊതു ചെലവുകൾ കുറയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു കൺട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് കൺട്രാക്ഷനിസ്റ്റ് പോളിസി അല്ലെങ്കിൽ സങ്കോച നയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ പഠിച്ചത് ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ചില ഡെഫിനിഷൻസ് നോക്കി, ദെൻ ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി, ദെൻ ഫിസിക്കൽ പോളിസി എന്താണ്, അതുപോലെ ഫിസിക്കൽ പോളിസി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.